പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സുവിശേഷത്തിൽ ക്രിസ്തുവിനെ ഉറ്റിക്കൊടുത്ത യൂദാസ്കറിയോത്തയ്ക്ക് പകരം ഒരു മുഖം അന്വേഷിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ തെളിയുന്നത് ഈ മനുഷ്യൻ്റെ മുഖമാണ്. നാളെ നമ്മൾ വിശുദ്ധ മാക്സിമില്യൻ കോൾബെയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം. 19-ാം നൂറ്റാണ്ടിൽ സഹോദര സ്നേഹത്തിനൊരു പകരം വയ്ക്കാനായിട്ടൊരു മനുഷ്യനെ തേടിയാൽ അത് വേറൊരാളുടെ പേരില്ല, ഈ വിശുദ്ധൻ്റെ അല്ലാതെ. യൂദാസ് എന്തിനാണ് ഇങ്ങനെ കൂടെ നടന്ന് സഹോദരങ്ങളെ പോലെ സ്നേഹിതന്മാരെ പോലെ ജീവിച്ചിട്ട് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത്? 30 വെള്ളിക്കാശിന് വേണ്ടിയിട്ട്. എന്ത് പറഞ്ഞാലും അത്തരമൊരു പാതകത്തിൽ നിന്ന് അയാൾക്കൊരു എക്സ്ക്യൂസ് ഇല്ല. അങ്ങനെ ഒരാളെ മരണത്തിലേക്ക് തള്ളിവിട്ടതിനെ ഓർത്ത് ഭാരപ്പെടുന്ന നമ്മുടെ മുന്നിൽ വിശുദ്ധ മാക്സിമില്യൻ കോൾബെയുടെ മുഖം തെളിയുന്നു, സഹോദര സ്നേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ ഉദാഹരണമായിട്ട്. ഇങ്ങനെയും മനുഷ്യർക്ക് സ്നേഹിക്കാൻ പറ്റുമല്ലോ എന്നോർത്ത്, ഇങ്ങനെയും പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ പറ്റുമല്ലോ എന്നോർത്ത് നമ്മുടെ കണ്ണ് നിറയും. പഴയ നിയമത്തിൽ കായേനാണ് കർത്താവിനോട് കലഹിക്കുന്നത്, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? കൂടെയുള്ളവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മനസ്സ് മടിക്കുന്ന ഈ കാലത്തിൽ മാക്സിമില്യൻ എന്ന് പറയുന്ന മഹാവിശുദ്ധൻ നമ്മുടെ മുൻപിൽ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോൾ പീലാത്തോസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ ഇങ്ങനെ ഉത്തരവാദിത്വം ഒഴിച്ചു മാറ്റി കൈ കഴുകുന്നൊരു കാഴ്ചയുണ്ട്. ഇവിടെ ഒരാൾ സകല ഉത്തരവാദിത്വവും തൻ്റെ മേലേക്ക് ഏറ്റെടുത്തിട്ട് മറ്റൊരാൾക്ക് ജീവൻ കൊടുക്കുന്നത് നമ്മൾ കാണും. കർത്താവ് പറയുന്നൊരു വചനമുണ്ടല്ലോ, സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ, ത്യജിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറഞ്ഞ ആ വലിയ സ്നേഹം ജീവിച്ച ഒരു വിശുദ്ധനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന് കലഹിക്കുന്ന കായേന്മാരുടെ ശബ്ദമുയരുന്ന ഈ കാലത്ത്, ഉയർന്നുകൊണ്ടേയിരിക്കുന്ന ഈ കാലത്ത്, അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നൊരു കാലത്ത്, ഇങ്ങനെ കൈകഴുകി ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് വഴുതി മാറുന്ന പീലോത്തോസുമാരുടെ പിൻഗാമികളുടെ എണ്ണം കൂടുന്ന കാലത്ത് ഈ വിശുദ്ധൻ എല്ലാ കാലത്തും ഒരു വെല്ലുവിളിയായി നമുക്ക് മുന്നിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. സഹോദരങ്ങളെ ഇതുപോലെയും സ്നേഹിക്കാൻ പറ്റുമെന്നുള്ള തെളിച്ചമുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ട് കർത്താവ് വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണിത്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ, നീ നിന്റെ ഗോത്രത്തിൻ്റെ കാവൽക്കാരനാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കുടുംബത്തിലേക്ക് ഇങ്ങനെ ജീവിക്കാനായി കടമെടുക്കേണ്ട ഒരു വിശുദ്ധനാണ് വിശുദ്ധ മാക്സിമില്യൻ കോൾബെ. ഞാനതായിട്ട് മാറണമെന്നുള്ളത് തന്നെ. കൂടെയുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാനായി മനസ്സ് കാണിക്കുന്ന മാക്സിമില്യന്മാർ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ എന്തൊരു സുരക്ഷിതത്വമായിരിക്കും കൂടെയുള്ളവർക്ക് ലഭിക്കണമെന്നറിയാം. ഏതറ്റം വരെയും സ്വന്തം ജീവൻ കൊടുക്കാനും മാത്രം സഹോദരനെ സ്നേഹിക്കുന്ന ഒരാൾ ശരിക്കും ക്രിസ്തുവിനോളം എത്തുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് സത്യം. ദൈവദൂഷണമായി കരുതരുത്. പക്ഷേ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ സ്നേഹത്തോളം, കർത്താവ് ഇങ്ങനെ കോംപ്ലിമെൻ്റ് കൊടുക്കുന്ന അത്ര സ്നേഹത്തോളം ആ സ്നേഹം ജീവിച്ച ഒരു വിശുദ്ധൻ്റെ തിരുനാളാണ്. നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ബോബിച്ചൻ പറഞ്ഞൊരു ഓർമ്മയുണ്ട്, വൈറ്റിലയിലെ 4 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി സഹോദരങ്ങൾ തല്ലുപിടിക്കുന്നു. മൂത്ത മകന് വേണ്ടിയിട്ട് അത് മാറ്റിവെച്ചതാണ്, മൂത്ത സഹോദരന് വേണ്ടിയിട്ട്. അവസാനം എല്ലാവരും പറയുന്നുണ്ട്, മറ്റുള്ള സഹോദരങ്ങൾക്കെതിരെ കേസ് കൊടുക്കുക. ആ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കും, ഉറപ്പുള്ള കാര്യമാണ്. പറയുന്ന മനുഷ്യരോടൊക്കെ ഈ മനുഷ്യൻ, മൂത്ത സഹോദരൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ശരിയാണ്, സഹോദരങ്ങൾക്കെതിരെ കേസ് കൊടുത്താൽ, ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ജയിക്കും, എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്, എല്ലാവരും പറയുന്നുണ്ട്, കാരണം അതെനിക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷെ ഞാൻ എൻ്റെ സഹോദരങ്ങൾക്കെതിരെ കേസ് കൊടുക്കുകയും 4 സെൻറ്റ് സ്ഥലം, കോടിക്കണക്കിന് വിലയുള്ള ആ സ്ഥലം എനിക്ക് സ്വന്തമാവുകയും ചെയ്തിട്ട് എൻ്റെ സഹോദരങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോയാൽ പിന്നെ എനിക്കെന്താണ് പ്രയോജനം? ഇങ്ങനെ എന്തും വിട്ടുകൊടുക്കാൻ മനസ്സുള്ള മാക്സിമില്യൻ കോൾബെമാർ ഇന്നും നമ്മുടെ ചുറ്റും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സുവിശേഷം. അപ്പോഴും നമ്മൾ ചെറിയ ചെറിയ തുണ്ടുഭൂമികളുടെ പേരിൽ
ഇങ്ങനെ നശിച്ചു പോകാവുന്ന സമ്പത്തിൻ്റെ പേരിൽ ഒരാൾക്കും എടുത്തുകൊണ്ടുപോകാൻ പറ്റാത്ത ഇങ്ങനെ സ്വർണ്ണാഭരണങ്ങളുടെ പേരിൽ കലഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. ഈ മഹാവിശുദ്ധൻ്റെ തിരുനാളിൽ ഇന്ന് സഹോദരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റണം, ഒന്ന് കെട്ടിപ്പിടിക്കുന്നേ. ഒരേ ചോരയിൽ നിന്ന് പുറപ്പെട്ടു വന്നവർ, ഒരേ ഉദരത്തിൽ നിന്ന് ജന്മം ലഭിച്ചവർ, ഒന്ന് ചേർത്ത് പിടിക്കാനാവാത്ത വിധത്തിൽ മുഖത്തോട് മുഖം നോക്കി ഒന്നിരുന്ന് സംസാരിക്കാൻ പറ്റാത്ത വിധത്തിൽ എന്തുകൊണ്ടാണ് അകന്നുപോയത്? കഴിഞ്ഞ ദിവസം ഇങ്ങനെ തറവാട്ടിലെ വീട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി, വലിയ സന്തോഷമായിരുന്നു. ആദ്യമായിട്ടാണ് കുറേ കാലങ്ങൾക്ക് ശേഷം ഒരുമിച്ച് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് മുഖത്തോട് മുഖം നോക്കിയിരുന്ന് തങ്ങളുടെ വിശേഷങ്ങൾ പറയുമ്പോൾ, തങ്ങൾ കടന്നു പോകുന്ന പ്രയാസങ്ങൾ പറയുമ്പോൾ, ഓരോരുത്തരുടെയും വാക്കുകൾ മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നത് കാണുമ്പോൾ, ഇങ്ങനെ പരസ്പരം സഹോദരങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ കിട്ടുന്ന ബലത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഭയങ്കര ശക്തിയാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ആരൊക്കെയോ നമ്മളെ പൊതിഞ്ഞു പിടിക്കാനുണ്ട്, ആരൊക്കെയോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്, ആരൊക്കെയോ നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയും അങ്ങനെയൊരു ഫീല് കൊടുക്കാൻ പറ്റുന്ന ഇടങ്ങളായി നമ്മുടെ കുടുംബങ്ങളെ മാറ്റാൻ വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ വഴിയായി കർത്താവെ സഹോദര സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിറയ്ക്കണമേ എന്ന് ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായി ഇങ്ങനെ ഉള്ളു നിറഞ്ഞ സ്നേഹം നിറയ്ക്കാനുള്ള പ്രാർത്ഥനയുമായി നമുക്ക് മുട്ടിന്മേൽ നിൽക്കാം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പോകണം. അകലെയാണെങ്കിൽ അവരെ ഒരു കോൾ ചെയ്യണം. മരണത്തിൽ നിന്ന് പോലും മനുഷ്യരെ ഇങ്ങനെ സുഖമാണോ എന്നുള്ളൊരു ഫോൺ കോള് രക്ഷിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. സഹോദരങ്ങളുടെ കരുതലും ചേർത്ത് പിടിക്കലും അത്രയ്ക്ക് ബലം നൽകുന്നുണ്ടെന്നറിയണം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.